ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു പപ്പിമോളോട് പറയുന്നു, മോൾ എത്ര വലുതായാലും അച്ഛനും മോള് കുഞ്ഞു തന്നെയല്ലേ. അറിഞ്ഞില്ലല്ലോ മോളെ ഈ അച്ഛൻ. പപ്പിമോള് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുക. ഈ വിഷ്ണു അച്ഛന് ഇത് എന്തു പറ്റി മോളെ, നമുക്ക് ഒരിടം വരെ പോകാം എന്നും പറഞ്ഞ് വിഷ്ണു പപ്പിമോളെയും കൊണ്ട് കാറിൽ ഇങ്ങനെ പോവുകയാണ്. വിഷ്ണു ഒരുമാതിരി വെപ്രാളം പിടിച്ച് എന്തൊക്കെയാ കാണിക്കുന്നതെന്നറിയില്ല. ആ രീതിക്കൊക്കെയാണ് എല്ലാവരെയും നോക്കുന്നതും. പപ്പിമോള് ചോദിക്കുന്നു, വിഷ്ണു വെച്ചാൽ നമ്മൾ എങ്ങോട്ടാ പോന്നെ? അത് പറയാം മോളെ. വിഷ്ണു അങ്ങനെ പപ്പിമോളെയും കൊണ്ട് കാറിൽ പോകുന്നതെല്ലാം രോഹിത്ത് മുകളിൽ നിന്ന് നോക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ശ്യാമയും നോക്കി നിൽക്കുവാണ്. പിള്ള ഒരുമാതിരി അമ്പരപ്പോടെ വന്ന് ശ്യാമയോട് ചോദിക്കുക, എന്താ മോളെ വിഷ്ണു കുഞ്ഞിന് പറ്റിയത്? ശ്യാമയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ശ്യാമ പിള്ളയെ നോക്കി അങ്ങ് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അകത്തോട്ട് ഓടി അങ്ങ് പോവുകയാണ്. പിള്ള പൊന്നിയോടും ചോദിക്കുന്നത്, എന്താ പൊന്നി, എന്താ ഇവർക്കൊക്കെ പറ്റിയത്? എനിക്കും ഒന്നും അറിയില്ല. വിഷ്ണു ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന കൂട്ടത്തിലും പപ്പിമോളെ തന്നെ നോക്കുന്നുണ്ട്. വിഷ്ണു കരയുകയും എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കുഞ്ഞിനെ അങ്ങ് തടകുകയൊക്കെ ചെയ്യുവാണ്. വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകുവാണ്. വിഷ്ണു ശാലിനിയെക്കുറിച്ച് ചിന്തിക്കുവാണ്. സത്യാമ്മയും വിഷ്ണുവും കൂടെ ശാലിനിയുടെ വീട്ടിൽ ചെന്നതും ശാലിനിയോട് വിഷ്ണു ദേഷിച്ച് പറഞ്ഞതൊക്കെ ഓർക്കുവാണ്. എല്ലാം ഇവിടെ കൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുവാണ് എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോടെ ശാലിനിയോട് പറഞ്ഞതും ശാലിനി കരഞ്ഞുകൊണ്ട് വിഷ്ണുവേട്ട എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിക്കുന്നതും, എന്നിട്ട് വിഷ്ണുവേട്ട സത്യം എന്താണെന്ന് വിഷ്ണുവേട്ടൻ അറിയണം, അതറിയാതെ വിഷ്ണുവേട്ടൻ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നിങ്ങനെ ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണുവിൻ്റെ കയ്യെ പിടിച്ച് പറഞ്ഞതൊക്കെ വിഷ്ണു ഇങ്ങനെ ഓർക്കുവാണ്. ഒരു നിമിഷം ശാലിനി പറയാൻ പോകുന്നത് എന്താണെന്ന് അന്ന് കേട്ടിരുന്നെങ്കിൽ ഈ വിധി ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ ഓർത്തായിരിക്കാം വിഷ്ണു കരയുന്നത്. രോഹിത്താണെങ്കിൽ വിഷ്ണു പപ്പിമോളയും കൊണ്ട് പോകുന്നതെല്ലാം ഇങ്ങനെ നോക്കി നിന്നിട്ട് അവൻ എന്തോ സഹിക്കുന്നില്ല. രോഹിത്ത് ഒരു സിഗരറ്റൊക്കെ അങ്ങോട്ട് വലിച്ച് ദേഷിച്ച് നിൽക്കുമ്പോൾ ശ്യാമ അവൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. രോഹിത്തെ, സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. ഞാൻ പപ്പിമോളെ വളർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. രോഹിത്തെ, ഈ ശ്യാമ ഒരിക്കലും ചീത്തയായ ഒരു പെണ്ണല്ല. എൻ്റെ രോഹിത്തിനെ മാത്രം മനസ്സിൽ കണ്ടോണ്ട് ജീവിച്ചവളാ. ഞാൻ ഒരിക്കലും രോഹിത്തിനെ ചതിച്ചിട്ടില്ല. ചില കള്ളങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാ. സത്യാമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ, എൻ്റെ രോഗത്തിൻ്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാം എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതാ. എന്നോട് ക്ഷമിക്കു രോഹിത്തെ. രോഹിത്താണെങ്കിൽ ശ്യാമ പറയുന്ന ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവനിങ്ങനെ കലിപ്പി നിന്ന് സിഗരറ്റ് ഇങ്ങനെ വലിച്ചു തള്ളുവാണ്. എല്ലാ തെറ്റുകളും രോഹിത്തെ ഞാൻ ഏറ്റു പറഞ്ഞല്ലോ. എനിക്കിനി മാപ്പ് തന്നൂടെ രോഹിത്തെ. വിഷ്ണുവേട്ടനാണെങ്കിൽ വിഷ്ണുവേട്ടൻ്റെ മക്കളെ കിട്ടി. ഈ സന്തോഷം എന്നും നിലനിൽക്കണം. അവരുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നവും വരരുത്. രോഹിത് എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോ, വേണമെങ്കിൽ രോഹിത് എന്നെ അങ്ങ് കൊന്നോ, എന്നാലും യാതൊരു കാരണവശാലും ഈ കാര്യം രോഹിത് പുറത്ത് പറയരുത്. ഞാൻ ഇപ്പോഴും രോഹിത്തിൻ്റെ ആ പഴയ ശ്യാമ തന്നെ. രോഹിത്തെ, എന്നെ വെറുക്കല്ലേ രോഹിത്തെ, എന്നെ ശപിക്കല്ലേ. രോഹിത്ത് കൈവിട്ടാൽ പിന്നെ എനിക്ക് ആരുമില്ല. ശ്യാമ ഇത്രയൊക്കെ പറഞ്ഞിട്ടും രോഹിത്തിന് ഒരു കുലുക്കവുമില്ല. അവൻ്റെ മുഖത്ത് ക്രൂരതയല്ലാതെ വേറെ ഒന്നുമില്ല. അവൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുകയാണ്. പെട്ടെന്ന് ശ്യാമ രോഹിത്തിൻ്റെ കാലേ വീഴുകയാണ്. രോഹിത്തെ എന്നും പറഞ്ഞ കാലയിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ്. രോഹിത്ത് അവൻ്റെ കാലിങ്ങനെ വലിക്കാൻ നോക്കുമ്പോൾ ശ്യാമ വീണ്ടും ആ കാലെ കെട്ടിപ്പിടിച്ച്, പ്ലീസ് രോഹിത്തെ, രോഹിത്തെ പ്ലീസ് രോഹിത്തെ. രോഹിത്താന്നെ കലി കൊണ്ടിങ്ങനെ തീവാർന്ന കണ്ണുകളോടെ രോഹിത്ത് ഇങ്ങനെ നോക്കുവാണ്. ആ സമയത്ത് രോഹിത്തിൻ്റെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നുണ്ട്. രോഹിത്ത് ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട്, എന്ത് പറ്റി, എന്തുവായി പറയുന്നേ, അയ്യോ എന്നൊക്കെ ഇങ്ങനെ ഒരുമാതിരി പതർച്ചയോടെ അമ്പരപ്പോടെ രോഹിത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ ശ്യാമ കെട്ടിപ്പിടിച്ചിരുന്ന കാല് ഇങ്ങനെ തട്ടി മാറ്റുവാണ്. മാറടി അങ്ങോട്ട് എന്നും പറഞ്ഞ് രോഹിത്ത് ശ്യാമയെ ആ കാലുകൊണ്ട് തൊഴിച്ചെറിയുവാണ്. എന്നിട്ട് അവൻ ദേഷ്യത്തോടെ എളുപ്പം ഇറങ്ങി വെളിയിലോട്ട് പോകുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ കളക്ടർ ഓഫീസിലിരുന്ന് ഭയങ്കര സങ്കടത്തോടെ ഒരു വല്ലാത്ത ഒരു മൂഡിൽ വരുന്ന് ഫയലുകൾ നോക്കുകയാണ്. എന്തൊക്കെയോ ആർക്കൊക്കെയോ ചെയ്തു തീർക്കാനുള്ള പണികളാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് സങ്കടത്തോടെ എന്തോ ഒരു ആലസ്യത്തോടെ തന്നെ ശാലിനി ആ ഫയലുകളെല്ലാം നോക്കി സൈൻ ചെയ്ത് വെക്കുവാണ്. എന്നിട്ടൊരു കവറിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ വായിക്കുന്നുണ്ട്. ശാലിനിയുടെ കയ്യിലിരിക്കുന്ന ആ പേപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ട് ശാലിനി കരഞ്ഞുകൊണ്ട് ഓർക്കുന്നു,
വിഷ്ണു പറഞ്ഞത്, നീ ചത്താല ഒരിറ്റ് കണ്ണുനീരെൻ്റെ കണ്ണിൽ നിന്നും പൊടിക്കില്ല. വിഷ്ണു ആ ദേഷിച്ച് കലിതുള്ളിക്കൊണ്ട് പറഞ്ഞ്, അത്രത്തോളം ഞാൻ നിന്നെ വെറുക്കുവാടി എന്നിങ്ങനെ പറഞ്ഞത് ഓർത്തോണ്ട് പെട്ടെന്ന് ശാലിനി പേന എടുത്ത് ആ പേപ്പറിലോട്ട് അങ്ങ് സൈൻ ചെയ്യുവാണ്. എന്നിട്ട് സങ്കടത്തോടെ ആ പേപ്പർ ഒന്നുകൂടെ വായിച്ചു നോക്കി മടക്കി ഒരു കവറിനകത്തോട്ടാക്കുവാണ്. എന്നിട്ട് ശാലിനിയുടെ അടുത്തിരുന്ന ശാലിനിയുടെ ആ നെയിം ബോർഡ്, ശാലിനി വിഷ്ണു IAS എന്നെഴുതിയ ആ നെയിം ബോർഡ് എടുത്തു വെച്ച് ശാലിനി അത് തന്നെ നോക്കിയിരിക്കുന്നു. പണ്ട് അങ്ങനെ ഒരു നെയിം ബോർഡ് വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ശാലിനി പറഞ്ഞിരുന്നു, എത്രയൊക്കെ ഉയർച്ചയിലെത്തിയാലും അടർത്തി മാറ്റാൻ പറ്റാത്ത ഒരു പേരാണിത് എന്നൊക്കെ ഓർത്ത് ആ നെയിം ബോർഡ് ശാലിനി അവളുടെ നെഞ്ചത്തോട് വെച്ച് കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് അനുവിനോട് ക്യാബിനിലോട്ട് വരാൻ പറയുന്നുണ്ട്. അനു, ചില കാര്യങ്ങൾ അർജൻറ്റായിട്ട് ചെയ്തു തീർക്കാനുണ്ട്. അനു, വേണ്ട ഈ 3 ഫയലുകളും ഇന്ന് തന്നെ ഫോർവേഡ് ചെയ്യണം. ചെയ്താൽ മാത്രം പോരാ, അവർക്ക് ആ തുക കിട്ടുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. അനു ഇങ്ങനെ ശാലിനിയെ നോക്കുന്നുണ്ട്. ശാലിനിയുടെ ആ മുഖത്തും ശാലിനിയുടെ ആ വർത്തമാനത്തിലുമൊക്കെ എന്തൊക്കെയോ ഒരു പന്തികേട്. ശാലിനി ഇങ്ങനെ വിറയ്ക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാകാതെ അനു ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുവാണ്. ഇനി ഇതിലൊന്നും ഒരു ഡിലേ പോലും ഉണ്ടാകരുത്. അതൊക്കെ ഇനി അനുവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ മാഡം, ഞാനിതൊക്കെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്തോളാം എന്ന് പറയുന്നെങ്കിലും അനു ശാലിനിയെ തന്നെ നോക്കുവാണ്. നമ്മുടെ പേര് 2 രീതിയിൽ ജനങ്ങൾ പറയും. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്താലും പറയും ശാപവാക്കുകൾ. നമ്മുടെ ജീവിതം അന്ത്യം വരെ കൂടെ പോരും. എല്ലാവർക്കും ചെറിയൊരു ജീവിതമല്ലേ ഉള്ളൂ. ആ ചെറിയ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ വിങ്ങി വിങ്ങി കരയുന്നുണ്ട്. അങ്ങനെ അല്ലേ അനു? അനു ഇങ്ങനെ വിഷമത്തോടെ പറയുന്നു, എന്താ മേഡം എന്താ ഇങ്ങനെ ഇമോഷനായിട്ട് സംസാരിക്കുന്നത്? അത് അനു, ചില കാര്യങ്ങൾ വല്ലാതെ മനസ്സിൽ തട്ടിയാൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് പോകും. അപ്പോൾ എന്തൊക്കെയോ ചെയ്തു തീർക്കാനുള്ള ഒരു ആവേശമാണ്. ശാലിനി വിഷ്ണു കളക്ടറായിട്ട് ഇരുന്നിട്ട് ആർക്കും ഒരു ഗുണം ഉണ്ടായിട്ടില്ലെന്ന്, ഒരു ടോക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന് ഒരാഗ്രഹം തോന്നുന്നു മനസ്സിൽ. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ചെയ്തൊപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് ചെയ്ത് ബോധ്യപ്പെടുത്തിയിട്ട് ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത്. ഓർക്കാനും ഓമനിക്കാനും കുറേ നല്ല നിമിഷങ്ങൾ എനിക്ക് ഈ കളക്ടർ ഓഫീസിൽ തന്നിട്ടുണ്ട്. അതിലൊരാളാണ് അനു. മറക്കില്ല അനു ഞാൻ എവിടെ പോയാലും എന്നിങ്ങനെ ശാലിനി വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. മേഡം എന്തൊക്കെയായി പറയുന്നേ? എവിടെയോ യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. അതേ അനു, യാത്രയ്ക്കുള്ള ഒരുക്കം തന്നെയാ അനു. യാത്രകളെന്നും നമ്മുടെ വേദനകളെ അകറ്റുന്നതാ. വേദനകളിൽ നിന്ന് ഓടി ഒളിക്കാൻ എല്ലാവരും ശ്രമിക്കും. അതുകൊണ്ട് ഞാനും ഒന്ന് ശ്രമിക്കാൻ പോവുകയാണ് അനു. അത് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയില്ല. ഈ മേഡം എന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ ഈ മേഡത്തിന്. എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അനു ഇങ്ങനെ സങ്കടത്തോടെ ശാലിനിയെ തന്നെ നോക്കി നിൽക്കുവാണ്. എങ്കിലും വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ അനു? എന്നിട്ട് ശാലിനി ഒരു കെട്ട് നോട്ടെടുത്ത് അനുവിൻ്റെ കൊടുക്കുന്നു. എന്ന് ഇവിടെ വരുന്ന ആ ലോട്ടറിക്കാരി അമ്മച്ചിയില്ലേ, ഇത് അവർക്ക് കൊടുത്തേക്കണം. അവരുടെ കൊച്ചുമകൾക്ക് എന്തോ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണെന്ന്. ഇത് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു കൈസഹായമാകട്ടെ. പിന്നെ ഒരു കവർ എടുത്തു വെച്ചിട്ട് വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് ശാലിനി പറയുന്നു, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇത് ഞാൻ അനുവിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ആ നെയിം ബോർഡ് എടുത്ത് ഇങ്ങനെ നോക്കുവാണ്. വീണ്ടും വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് ശാലിനി എഴുന്നേറ്റ് ആ നെയിം ബോർഡ് കൈവച്ചുകൊണ്ട് ശാലിനി ഇത്രയും നാളും ഇരുന്ന ആ ചെയറെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നു, ആ ചെയർ നോക്കിക്കൊണ്ട് പടി ഇറങ്ങുകയാണ് എന്നേക്കുമായിട്ട്. ഇനി ഈ വഴിക്ക് ഞാനില്ല. പ്രശ്നങ്ങൾ തീർക്കേണ്ടവളാണ് കളക്ടർ. 100,000 പ്രശ്നങ്ങളിൽ പെട്ടുകിടന്ന എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാ എനിക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് എനിക്ക് ഈ കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി ഒഴിയുവാണ്. എന്നിട്ട് ശാലിനി സങ്കടത്തോടെ അനുവിനെ നോക്കുവാണ്. അനു ചോദിക്കുന്നു, എന്താ മേഡം? കരഞ്ഞുകൊണ്ട് ശാലിനി അനുവിനോട് പറയുന്നു, അനു, നീ എനിക്കൊരു ശക്തിയായിരുന്നു, ഒരു ബലം, ഒരു സഹോദരിയെ പോലെ മാത്രമേ അനു ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. എന്നോട് കാണിച്ച സ്നേഹത്തിനെല്ലാം ഈ സമയത്ത് ഞാൻ നന്ദി പറയുവാണ് അനു എന്നും പറഞ്ഞ് ശാലിനി വിങ്ങി വിങ്ങി കരയുവാണ്. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ എന്നിങ്ങനെ ശാലിനി എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് ശാലിനി അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നത്. ഞാൻ പോട്ടെ അനു എന്നും പറഞ്ഞ് ശാലിനി കരഞ്ഞുകൊണ്ട് പോകുന്നത് അനുവിന് എന്തോ പന്തികേട് തോന്നിയിട്ട് പെട്ടെന്ന് ശാലിനി കൊടുത്ത ആ കവർ പൊട്ടിച്ച് നോക്കുവാണ്. ആ കവറിലെ ലെറ്ററിനകത്ത് കാണുന്നത് ശാലിനി തൻ്റെ കളക്ടർ പദവി റിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഈശ്വര, മേഡം ജോലി രാജിവെച്ചിരിക്കുന്നോ? അയ്യോ, എന്തിനു വേണ്ടിയാ
മേഡം ഇങ്ങനെ ചെയ്തത്? ശാലിനിയാണെങ്കിൽ സങ്കടത്തോടെ ശാലിനി വിഷ്ണു IAS എന്നുള്ള ആ നെയിം ബോർഡും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ നടന്ന് നീങ്ങുകയാണ്. പപ്പിമോളെയും കൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വിഷ്ണു പെട്ടെന്ന് കാറ് നിർത്തിയിട്ട് ശാലിനി ഒന്ന് വിളിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഫോൺ ചെയ്യുന്നുണ്ട്. പപ്പിമോൾ ചോദിക്കുന്നു, ആരെയാ വിഷ്ണു വെച്ചാൽ വിളിക്കാൻ പോന്നേ? അത് മോടെ ചേച്ചിയമ്മയാണോ വിളിക്കാൻ പോന്നേ? പപ്പിമോൾക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവുകയാണ്. ചേച്ചിയമ്മ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ. അനു അങ്ങനെ ശാലിനി കൊടുത്ത ആ റെസിഗ്നേഷൻ ലെറ്ററും വെച്ചിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അത് ശാലിനിയുടെ ഫോണായിരുന്നു. ശാലിനി ഫോൺ എടുക്കാതെയാണ് പോയിരിക്കുന്നത്. പെട്ടെന്ന് ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ വിഷ്ണു ആണ് വിളിക്കുന്നത്. അനു ഫോൺ എടുത്ത് ഹലോ പറയുമ്പോൾ വിഷ്ണു ശാലിനി എന്ന് വിളിക്കുന്നു. സാറേ, ഞാൻ ശാലിനി അല്ല, അനുവാണ്. ഫോൺ ശാലിനിക്കൊന്ന് കൊടുക്കാവോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട്, സാറേ മേഡം ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. എന്താണെന്നറിയില്ല, മേഡം ഭയങ്കര സങ്കടത്തിലാണ്. ജോലി റിസൈൻ ചെയ്യാനുള്ള പേപ്പർ തന്നിട്ടാണ് മേഡം പോയിരിക്കുന്നത്. എന്തുവാ പറഞ്ഞേ? മേഡം IAS പദവി രാജിവെച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഫോണും കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ അനു ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് തകർന്നുപോയി. അയ്യോ, എന്തുവായി പറയുന്നേ? വിഷ്ണു ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ശാലിനി ഇനി എന്തെങ്കിലും അവിവേകം കാണിക്കുവോ? വിഷ്ണു അപ്പോൾ ശാലിനിയോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഓരോന്നും ഓർക്കുവാണ്. എടി, നിനക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ആറ്റിലോ കുളത്തിലോ പോയി ചാടി ചത്തുകൂടേടി. നിനക്ക് വിഷമെങ്കിലും വാങ്ങിച്ച് കഴിച്ച് ചത്ത് ഈ ബാക്കിയുള്ളവർക്ക് സ്വസ്ഥതയും സമാധാനവും ഇനിയെങ്കിലും തന്നുകൂടേടി എന്നൊക്കെ ശാലിനിയെ നോക്കി പറഞ്ഞത് വിഷ്ണുവിൻ്റെ നെഞ്ചിലോട്ട് ആഞ്ഞാഞ്ഞടിച്ചു വരികയാണ്. അയ്യോ, എൻ്റെ ശാലിനിക്ക് എന്ത് പറ്റി? പെട്ടെന്ന് വിഷ്ണു അനുവിനോട് പറയുന്നു, അനു, ശാലിനി അവിടെ എവിടെയെങ്കിലും കാണും, ഒന്ന് എളുപ്പം പോയി നോക്കാനു, അവിടെ നിന്ന് പിടിച്ചു നിർത്തണേ, ഞാൻ അങ്ങോട്ട് വരുവാണ്, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരും, അനു ശാലിനിയെ വിടല്ലേ, പിടിച്ചു നിർത്തണേ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ് അങ്ങോട്ട്. മേഡത്തിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. മേഡം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കുകയും ഇങ്ങനെ റെസിഗ്നേഷൻ ലെറ്റർ തരികയും ചെയ്യത്തില്ലല്ലോ. അയ്യോ ദൈവമേ എന്നും പറഞ്ഞ് ഞാനും അവിടെ എല്ലാം ഓടി നോക്കുവാണ്. അവിടെ എങ്ങും ശാലിനിയെ കാണുന്നില്ല. എന്താ വിഷ്ണു വെച്ചാ, ചേച്ചിയമ്മയെ വിളിച്ചിട്ട് കിട്ടിയില്ലയോ? ചേച്ചിയമ്മ അവിടെ ഇല്ലയോ? ചേച്ചിയമ്മ എവിടെ പോയി? അറിയില്ല മോളെ, എനിക്ക് ഒന്നും അറിയില്ല എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിഷ്ണു ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. ഇങ്ങനെ ഓടി സുസ്മിതയുടെ അടുത്തോട്ട് വരികയാണ്. സുസ്മിത, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. അത് നിന്റെ മുഖത്ത് തന്നെ കാണാനുണ്ടല്ലോ. നീ എന്തോ സീരിയസ് കാര്യം പറയാൻ വരുവാണെന്ന്. എന്തായാലും നീ കാര്യം പറ. അത് സുസ്മിത, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയതുപോലെയാ. മരം മുറിക്കുന്ന ബിസിനസ് അടപടലം മൂക്കും കുത്തി വീഴുന്ന അവസ്ഥയായിപ്പോൾ. ഗവൺമെൻറ് ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എടാ രോഹിത്തെ, സീമക്കൊന്ന വെട്ടാൻ പോയാൽ സീമക്കൊന്ന തന്നെ വെട്ടണം. അല്ലാതെ നല്ല വിലയുള്ള മരം വെട്ടാൻ പോയാലേ കാടിൻ്റെ മക്കൾ വെറുതെ ഇരിക്കുമോ? അവർ പണി തരും, അവർ പണി തന്നിരിക്കും. നല്ല ഒന്നാന്തര യമണ്ടൻ പണി. ഇനി നീ എത്ര കൈയും കാലും ഇട്ട് പതച്ചാലും ഈ കേസ് കരയ്ക്കടുക്കില്ല. അയ്യോ, അപ്പോൾ പിന്നെ ഈ മുടക്കിയ പണമൊക്കെ? അത് നിനക്കറിയില്ലേ, അത് ഗോവിന്ദ. അയ്യോ, എന്തുവാ പറയുന്നത് സുസ്മിത? എടാ രോഹിത്തെ, നീ കേട്ടിട്ടില്ലേ ആ പാട്ട്? ഗോവിന്ദ ഗോവിന്ദ ആലാരേ ഗോവിന്ദ. നല്ല പാട്ടായത്. ഉച്ചന്തലയിൽ തീ പിടിച്ച് സഹായത്തിന് രക്ഷിക്കണേന്നും പറഞ്ഞ് ഓടിച്ചെല്ലുമ്പോൾ സുസ്മിതയുടെ കളിയാക്കിയുള്ള പാട്ടാണിത്. രോഹിത്തിന് ദേഷ്യവും സങ്കടവും കൊണ്ട് പറയുവാണ്, സുസ്മിത, ഞാൻ ഉയിര് പോകുന്ന അവസ്ഥയിലാണ് ഇങ്ങോട്ട് വന്നത്. വെറുതെ നീ എന്നെ ഇങ്ങനെ കുത്തി നോവിക്കാതെ. രോഹിത്തെ, ഇപ്പം നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇതും ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് കരുതി കൂട്ടി വേണമായിരുന്നു ഇതിനൊക്കെ ഇറങ്ങാൻ. ജീവിതത്തിൽ ഏത് ബിസിനസ്സാ റിസ്ക് എടുക്കാതെ വിജയിച്ചിട്ടുള്ളത്? പണം ഉണ്ടാക്കണോ, അപ്പോഴതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. സുസ്മിത, അതിപ്പോൾ ഇത് പോലീസ് കേസാവും, ഞാൻ അകത്തും പോകും. എടാ, അത് അകത്ത് പോകണമെങ്കിൽ പോകണം. ഞാൻ ചുമ്മാതെ പറയുന്നതല്ല രോഹിത്തെ. നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും സുഖമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ഒരല്പം പിടിപാടും കുറെ പൈസയും കയ്യിലുണ്ടെങ്കിൽ ജയിൽ ജീവിതം സ്വർഗം. ഈ സമയത്ത് നമ്മുടെ ശാലിനി സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കടപ്പുറത്തോട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. തിരമ്പി വരുന്ന കടലിനെ നോക്കി ശാലിനി ഇങ്ങനെ പതുക്കെ നടന്നു പോവുകയാണ്. ശാലിനി എന്തൊക്കെയോ മനസ്സിലിങ്ങനെ തീരുമാനിച്ച് കരയുകയും ഏങ്ങലടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തിരമ്പി വരുന്ന തിരമാലകളെ നോക്കി ശാലിനി പതുക്കെ ആ തിരമാലകളിലോട്ട് അങ്ങോട്ട് ഇറങ്ങി നടന്നു പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ശാലിനി അതിന് ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ വിഷ്ണു വന്ന് രക്ഷിക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.